ഇന്ന് നമ്മൾ 3 പീസ് നൈറ്റിയുടെ ഒരു മാക്സിയുടെ ഒരു ഡെമോ പോലെ കാണിക്കുന്നതാണ്. നമ്മൾ പേപ്പറിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണിച്ച് തരുമോയെന്ന്. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൽ കാണിക്കുന്നതെന്നുള്ളൂ. നൈറ്റി ബിറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പേപ്പറിലാണ് നമ്മൾ അളവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെട്ടാം. അപ്പോൾ ഇതുപോലൊരു പേപ്പറല്ല, നിങ്ങൾ തുണി എടുത്തിട്ട് എന്ത് ചെയ്യുക, 4ആക്കി മടക്കിയിടുക. അപ്പോൾ നമ്മൾ ഈ പേപ്പറിനെ തന്നെ 4ആക്കി ഇതേ മടക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരു ഷീറ്റ് എടുത്തിട്ട് 4ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, നമ്മൾ ഈ പേപ്പറിൽ കാരണം നിങ്ങൾക്ക് ഈ ഒരു പോർഷനല്ലേ നിങ്ങൾക്ക് വേണ്ടതുള്ളൂ കറക്റ്റായിട്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നൈറ്റി ബിറ്റ് ആകുമ്പോൾ അതിൽ കറക്റ്റ് ലെങ്ത്ത് ഉണ്ടാകും, അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് നമ്മൾ ടാപ്പിൽ ഒരു 7.5 ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ ഒരു സൈഡിൽ നിന്ന് 7.5 ഇത്രയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു 7.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലോട്ട് ഈ ലൈൻ എന്ത് ചെയ്യുക, ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ്, അതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളൊരു 8 എന്നുള്ള പോയിൻ്റ് എന്ത് ചെയ്യുക, നമ്മൾ ടാപ്പിൽ ഇതുപോലെ 8 എടുത്തിട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഈ സൈഡിൽ നിന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, 8 നമ്മൾ ടാപ്പിലെടുക്കുക. ഈ 8 വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിനോട് അടുത്ത് തന്നെ ആയിരിക്കും ഈ പോയിൻ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തുക ആദ്യം തന്നെ. ഇനി നമ്മൾ 8 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് നമ്മൾ ഒരു 9 ഇഞ്ച് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒരു 9 ഇഞ്ച് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഈ ഒരു പോയിന്റിൽ നിന്ന് 9 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു 4.3 ഇഞ്ച് എന്ത് ചെയ്യണം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. 4.3 ഇഞ്ച് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പോയിന്റ് ഇട്ട ലൈൻ ഉണ്ടല്ലോ, താഴത്തോട്ട് നീട്ടി വരയ്ക്കുക. അതൊരു 10 ഇഞ്ചാണ്. നമ്മൾ ടാപ്പിൽ 10 ഇഞ്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ 4.3 വെച്ചിട്ട് താഴത്തോട്ട് നീട്ടി വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇല്ലേ, അതിൽ നിന്നൊരു 7.5 എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് നീട്ടി വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ വരച്ചത് 8 നിന്ന് 9 വരച്ചു, പിന്നെ 4.3 ഈ സൈഡിൽ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് അതൊരു 10 ആക്കിയിട്ട് താഴെ നീട്ടി വരച്ചു. പിന്നെ ഈ അറ്റത്തു നിന്നൊരു 7.5 വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലൈനുകൾ നമ്മൾ വരച്ച് ചേർക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത്രയും ലൈനുകളാണ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഈ ലൈൻ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. 10ഉം 9ഉം തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ അതുപോലെ തന്നെ ഈ സൈഡിലുള്ള ലൈനും അതുപോലെ തന്നെ ഈ 10ലേക്കും കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത സംഭവം നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ യോജിപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചത് 1.5 ഇഞ്ച് എന്ത് ചെയ്യണം, ഈ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് എന്ത് ചെയ്യുക, ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. കറക്റ്റ് 1.5 ഇഞ്ച്. അതിനുശേഷം ഇവിടെ നിന്നൊരു 4.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കുക. അവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 4.5 ഇഞ്ച് നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് ഇവിടെ ഒരു പോയിന്റും കൂടെ വരച്ചിട്ട് അതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നമ്മൾ ടാപ്പ് ഉപയോഗിച്ചിട്ടൊരു 10 ഇഞ്ച്, നമ്മുടെ ടാപ്പിലെ 10 ഇഞ്ച് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 10 ഇഞ്ച് എന്നുള്ള ആ പോയിന്റിലേക്ക് കറക്റ്റ് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ വരച്ചിട്ടില്ലേ, ഒരു 10 ഇഞ്ച് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, 4.3 അടയാളപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു, കറക്റ്റ് 10 ഇഞ്ച് താഴത്തോട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 ഇഞ്ചും ഇതും തമ്മിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നേർരേഖയിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ യോജിപ്പിച്ച ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ നമുക്കത്. എന്നിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ എടുത്ത ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്യാം.
നമ്മൾ ഈ വെട്ടി മാറ്റിയതിൽ നമ്മുടെ കഴുത്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ വീതി നമ്മൾ എടുക്കുന്നത് 2.25 താഴേക്ക് എടുക്കുന്നത് 5. അപ്പോൾ അതിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമ്മളിതുപോലെ നെക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവെടുത്തിട്ട് വരച്ചു കൊടുക്കുക. മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കഴുത്ത് എന്ത് ചെയ്യാമെന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് ഇത് നിവർത്തി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് കണ്ടോ, റൗണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെട്ടി മാറ്റിയിൽ കൂടെ നമുക്കിതിങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ ചെറിയതായിട്ട് ഇങ്ങനെ ഞെറികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നത്തെ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കാണിക്കുക. ഇവിടെ ഞെറികൾ ഇട്ടിട്ട് പിന്നെ ഇവിടെ സ്ലീവ് നമ്മൾ വെട്ടിയിട്ട് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്സി ഇത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ചോദിക്കാം. അപ്പോൾ സ്ലീവ് വെട്ടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്ലീവ് വെട്ടുന്നതിൻ്റെ പാറ്റേൺസും അതുപോലെ തന്നെ സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതും കട്ട് ചെയ്യേണ്ടതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് സ്ലീവ് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ.